10ാം ക്ലാസ് കഴിഞ്ഞയുടൻ ബസിന്റെ ക്ലീനറായി തുടങ്ങി സാരഥിയായി തുടരുന്ന കർമ്മരംഗം 50 ആണ്ടിലെത്തുമ്പോഴും വളയം പിടിക്കാനുള്ള ഇഷ്ടം ഒടുങ്ങുന്നില്ല ഈ 66-കാരന്. ഒരേ ബസ് സർവീസിലാണ് ഈ ഡ്രൈവർ വിശ്വസ്തതയാർന്ന സേവനത്തിന്റെ 50 ആണ്ട് പിന്നിടുന്നത്. തൃശൂർ, ഒല്ലൂർ, ആനക്കല്ല്, ചേർപ്പ്, കോടന്നൂർ റൂട്ടിലോടുന്ന ശ്രീകൃഷ്ണ ബസ് സർവീസിലെ ഡ്രൈവറായ മാധവനാണ് 66-ാം വയസ്സിലും സജീവമായി കർമ്മരംഗത്തുള്ളത്. മുളയം സ്വദേശിയും ഇപ്പോൾ പൂത്തറയ്ക്കൽ നിവാസിയുമായ മണ്ണത്ത് മാധവന് പള്ളിപ്പുറത്തെ ശ്രീകൃഷ്ണ ബസ് കുടുംബവുമായുള്ള ബന്ധം 1976-ൽ തുടങ്ങിയതാണ്. 16-ാം വയസ്സിൽ ശ്രീകൃഷ്ണയുടെ ബെൻസ് ബസ്സിൽ ക്ലീനറായി ചേർന്ന മാധവൻ പിന്നീട് ഫർഗോയിലും ലൈലാൻഡിലുമൊക്കെയായി 10ഓളം ശ്രീകൃഷ്ണ ബസ്സുകളിൽ സാരഥിയായി. 76-ൽ ശ്രീകൃഷ്ണയിൽ ക്ലീനറായിട്ട് വന്നതാണ്. അങ്ങനെ കുറച്ചു കാലം ക്ലീനറായി പോയി. മെക്കാനിക്കലും അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ പഠിച്ചു. അന്ന് ഞങ്ങൾക്കൊരു ബസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു ഫർഗോ എടുത്ത്, ഒരു പുതിയ വണ്ടി എടുത്ത് ലേലൻ്റെ അടുത്ത് ബോഡി കെട്ടി. പിന്നീട് വണ്ടികൾ ഒരു 4, 5, 6, 7 വണ്ടികളും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. 15 കൊല്ലം പൂർത്തിയായിട്ടും അങ്ങനെ ഇരിക്കായിട്ട്. അക്കാലത്ത് റിപ്പയറിങ്ങിന് ബസ് രാത്രിയിലാണ് വർക്ക്ഷോപ്പിൽ കയറ്റുക പതിവ്. അങ്ങനെ ബസിന്റെ മെക്കാനിക്കൽ ജോലികളും മാധവൻ സ്വായത്തമാക്കി. ആദ്യം ഡ്രൈവറായ ബസിന്റെ എഞ്ചിൻ പണി സ്വയം ചെയ്തിറക്കാൻ അന്നത്തെ ഉടമയായിരുന്ന പള്ളിപ്പുറം അയ്യപ്പത്ത് കുട്ടപ്പന്റെ പ്രോത്സാഹനത്തിലൂടെ മാധവന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം ഉടമയായ അയ്യപ്പത്ത് ശശിയുടെ അകാല വിയോഗത്തെ തുടർന്ന് ഇപ്പോഴത്തെ ഉടമ ശശിയുടെ സഹധർമ്മിണി ജയന്തിയും ശ്രീകൃഷ്ണയുടെ സാരഥ്യം മാധവനിൽ തന്നെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 90 തൊട്ട് ശശി എന്ന ആളുടെ കൂടിയാണ് ഞാൻ. ആളിപ്പോൾ മരിച്ചു, ഒരു കൊല്ലം മുമ്പ് മരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്തം കൂടി കൊണ്ട് നടക്കും. നമ്മൾ തന്നെയായിട്ട് ഇപ്പോൾ ഒരു ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ ഇപ്പോഴും ശാരീരികമായും മാനസികമായും പ്രശ്നത്തിലാണ് പോകുന്നുണ്ട്. അത്യാവശ്യം വീട് ചെറിയ സൗകര്യങ്ങളൊക്കെ ആയി പോകും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏത് പണി ചെയ്യണമെങ്കിലും അതിനോടുള്ളൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അരനൂറ്റാണ്ടിനിടയിൽ പറയത്തക്ക അപകടങ്ങളൊന്നും സംഭവിക്കാത്ത വിധം ബസിന്റെ വളയം ഇപ്പോഴും മാധവന്റെ കയ്യിൽ ഭദ്രമാണ്. കയ്യൂക്കിൻ്റെയും മത്സരപ്പാച്ചിലുകളുടെയും പരുക്കൻ രീതി സ്വീകരിക്കാതെ സുരക്ഷിതമായ ഡ്രൈവിങ്ങിലൂടെ വേറിട്ട മാതൃകയാവുകയാണ് ഈ 66-കാരൻ. TCV തൃശൂർ.